ഹായ്, ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പേര് റലിയ ജാഫർ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എഡ്യൂക്കേഷൻ, ജോബ് ആൻഡ് റെസ്പെക്റ്റ് ഓഫ് എ ലേഡി ഇൻ ഇസ്ലാം ഓർ ഇൻ എനി അതർ റിലീജിയൻ. ഒരു പെൺകുട്ടിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. ഒരു പെൺകുട്ടിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇസ്ലാമിൽ. ഇന്നത്തെ സ്പിരിച്വൽ മന്ത് ഓഫ് റമദാൻ, ഇന്നത്തെ ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പെൺകുട്ടിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. പണ്ടൊന്നും പെൺകുട്ടികൾക്ക് ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലീസിലൊന്നും എഡ്യൂക്കേഷൻ ഒരു പ്രയോറിറ്റിയേ അല്ലായിരുന്നു. പക്ഷേ ഇന്ന് എഡ്യൂക്കേഷൻ നമുക്ക് എല്ലാവർക്കും ഒരു പ്രയോറിറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? കാരണം പെൺകുട്ടികൾ പോസ്റ്റ് മാരേജിന് ശേഷം ഒരുപാട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിലൂടെ ടഫായിട്ടുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിലൂടെ ഫേസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്. കാരണം ഈ പണ്ടൊക്കെ അറിവ് ഉണ്ടായിട്ടും വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പം അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് നന്നായിട്ട് ബിഫോർ നമ്മൾ കൊടുത്തിരിക്കണം, ശേഷം നമുക്ക് കൊടുക്കാൻ കഴിയണം ഫാമിലീസിന്. അങ്ങനത്തെ കുറച്ച് അത്രയും ബ്രോഡ് മൈൻഡഡ് ആയിരിക്കണം ഇൻലോസിൻ്റെ ഫാമിലീസും. അതായത് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നവർക്ക് വേണം നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ. അത്രയും ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഇൻലോ ഫാമിലീസിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ക്രാഡിൽ ആൻഡ് എൻഡ്സ് വിത്ത് ദ ഗ്രേവ് എന്നാണ് പറയാം. അറിവ് എന്ന് പറയുന്നത് ഒരിക്കലും നിൽക്കുന്നില്ല. അതിങ്ങനെ നമുക്ക് എപ്പോഴും സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. പലതരത്തിലുള്ള അറിവുകളുണ്ട്. ലിറ്ററേച്ചർ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണ, അല്ലെങ്കിൽ ഒരു മാത്സോ ഒരു സയൻസോ ഒരു ബയോളജി ഒന്നും മാത്രമല്ല അറിവ്. ഒരുപാട് അറിവുകളുണ്ടല്ലേ. അപ്പോൾ അതുപോലെ ഒരുപാട് അറിവുകൾ നമ്മൾ പലതരത്തിലുള്ള അറിവുകൾ നേടുമ്പോഴേ നമ്മൾ കംപ്ലീറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഹ്യൂമൻ എന്നൊന്നും ആയില്ലെങ്കിലും ഒരുപാട് നമ്മൾ അറിവ് നേടുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടിനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫാമിലീനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് പെൺകുട്ടികൾ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫാമിലീസ് ഗ്രോ ചെയ്യും. അത് ഗ്രോ ചെയ്യുമ്പോൾ ഒരുപാട് സൊസൈറ്റീസ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ സൊസൈറ്റീസ് ഇമ്പ്രൂവ് ആകുമ്പോൾ നമുക്ക് ഒരു നല്ല എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പെൺകുട്ടിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ യു ഷുഡ് എഡ്യൂക്കേറ്റ് യുവർ ഗേൾ ചിൽഡ്രൻ. That's my first point. My second point is, what about working of a woman after marriage? After marriage or before marriage? ഈ പെൺകുട്ടികൾ ബിഫോർ മാരേജ് വർക്ക് ചെയ്യണതിൽ ആഫ്റ്റർ മാരേജ് വർക്ക് ചെയ്യണതിലും എന്താ കുഴപ്പം? പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഇഫ് ദേ ആർ ഡൺ വിത്ത് പ്രോപ്പർ എത്തിക്സ്, if they have proper dress code, and if they are dealing with in the correct way, if they are using the proper way of talking and in the correct behavior, ഒരു ഇഷ്യൂ ഇല്ല. നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ എത്തിക്സ് ഒന്നും കൈവിടാതെ നമ്മുടെ ഏത് റിലീജിയനാണ് ഫോളോ ചെയ്യുന്നത് ആ റിലീജിയൻ്റെ എത്തിക്സ് വെച്ചിട്ട് നമ്മൾ ഒരു ഫേമിൽ എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ എത്തിക്സ് ഒന്നും കൈവിടാതെ നമ്മൾ വർക്ക് ചെയ്യണതിൽ ഒരു കുഴപ്പമില്ല എന്നേ ഞാൻ പറയുള്ളൂ. അതിൽ എല്ലാ മതവും അതന്നെ പറയണത്, നമ്മുടെ മതവും അതന്നെ പറയണത്. ദർ ഇസ് നത്തിങ് വുമൻ ക്യാൻ വർക്ക്. പിന്നെ ഈ വർക്കിനെ സ്റ്റോപ്പ് ചെയ്യാൻ, ഒരു വുമനെ വർക്കിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരാൾക്കും റൈറ്റ് ഇല്ല. പിന്നെ ഇവളുടെ വർക്ക് ഒരു നെഗറ്റീവ് എഫക്റ്റും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും അവളുടെ ചിൽഡ്രനോ അവളുടെ ഫാമിലിക്കോ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനത്തെ രീതിയിലായിരിക്കണം അവളുടെ വർക്ക്. അൽഹംദുലില്ലാ, അവളുടെ ഫാമിലിനെ ഡിസ്ട്രോയ് ചെയ്യാനോ ഫാമിലിക്കൊരു ബേർഡൻ ആവാനോ നിൽക്കാൻ പാടില്ല. അത് അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും അവളുടെ വർക്ക് കൊണ്ടോ അവളുടെ ജോബ് കൊണ്ടോ ഉണ്ടാവാൻ പാടില്ല. അതൊരു കാര്യം, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തേർഡ് വൺ, പിന്നെ റെസ്പെക്റ്റും അതൊക്കെ ഒരു വൈഫിനെ അല്ലെങ്കിൽ ഒരു വൈഫിനെ ഏതെങ്കിലും ലേഡിക്ക് ഫാമിലിയിൽ കൊടുക്കുന്നത് എങ്ങനെയാണ്? മെന്നും വിമനും ആഫ്റ്റർ മാരേജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി രണ്ടുപേർക്കും ഫാമിലിയിലുള്ളത്. ദേ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദ ചിൽഡ്രൻ. ദേ ആർ ഈക്വലി
they are equal in their relation. ഒരു പെർസെൻറ്റേജ് റെസ്പോൺസിബിലിറ്റി മെന്നിനുണ്ട് our women, because they are told to be the leader, to be the maintainer and the protector of the family, and women should help them in this and motivate them to be a leader and to be the maintainer and to be the protector. They have no right to be the dictator. നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യാനോ നമ്മളെ സ്ലീവ്സ് ആക്കാനോ അവർക്ക് ഒരു അധികാരം ഇല്ല. അത് അള്ളാഹു കൊടുത്തിട്ടില്ല. എന്തിനാ ഫിറഔൻ്റെ ഭാര്യയായിരുന്നില്ല ആസിയ ബീവി എന്നിട്ടും ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ മൂസാ നബിയെ ഫോളോ ചെയ്ത്. അതുകൊണ്ട് ഡിക്റ്റേറ്റ് ചെയ്യാനൊന്നും ഒരു ഫിറഔനെ പോലെ അധികാരം അള്ളാഹു കൊടുത്തിട്ടില്ല. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഈ സ്പിരിച്വൽ മന്തിലും എനിക്കതേ പറയാനുള്ളൂ. അതുകൊണ്ട് ഡിക്റ്റേറ്റർഷിപ്പ് ഈസ് നെവർ എവർ allowed in Islam. So avoid harming your ladies and treat them with goodness and fairness. And this is my spiritual advice to you all, spiritual and every advice to you all. So educate, help them, and treat them with kindness and fairness. Thank you for listening to me, and happy Ramadan Mubarak. Thank you all.